പ്രവാസലോകത്തെ പൊള്ളുന്ന ജീവിതാനുഭവം പങ്കുവയ്ക്കുകയാണ് അത്തിക്കയുടെ പ്രവാസമെന്ന കഥാസമാഹാരം. കാൽ നൂറ്റാണ്ടുകാലത്തെ പ്രവാസാനുഭവമാണ് പുസ്തകത്തിൽ കുഞ്ഞമ്മദ് കൂരാച്ചുണ്ട് പറയുന്നത്. കാൽനൂറ്റാണ്ട് ജീവിച്ച പ്രവാസലോകത്തെ കണ്ണീരും കാഴ്ചകളുമാണ് അത്തിക്കയുടെ പ്രവാസം എന്ന പുസ്തകം. കുഞ്ഞമ്മദ് കൂരാച്ചുണ്ടിന്റെ കഥാസമാഹാരത്തിൽ 5 പ്രവാസ കഥകളുണ്ട്. പുസ്തകത്തിന്റെ പേരിലെ അത്തിക്ക എന്ന കണ്ണൂരിലെ ബീഡിത്തൊഴിലാളി ഗൾഫിൽ പോകാൻ 80കളിൽ ബോംബെയിലേക്ക് പോയതും അവിടെ വെച്ച് മാനസിക രോഗിയായി മാറിയതും നിരവധി വർഷങ്ങൾ ചുവന്ന തെരുവിൽ ജീവിക്കേണ്ടി വന്നതുമായ കഥ പറയുന്നു. സൗദിയിൽ ആടുമേയ്ക്കാൻ വന്ന ഉത്തർപ്രദേശുകാരൻ അമീനും സൗദി പൗരൻ ആലി മിന്തിയിലുമായുള്ള സ്നേഹ സൗഹൃദവും മരുഭൂമി ജീവിതവും പറയുന്ന വ്യത്യസ്തമായ ആടുജീവിതമാണ് ഇടയൻ പറയുന്നത്. ഇറാഖിലെ സുന്നി ഷിയ സംഘർഷത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട് സൗദിയിലേക്ക് പലായനം ചെയ്ത ഇറാഖി പൗരൻ ബദൂനിയുടെ കഥയാണ് നജഫിലേക്കുള്ള വഴി. എത്യോപ്യ എന്ന ആഫ്രിക്കൻ രാജ്യത്ത് നിന്നും സൗദിയിലെത്തിയ ഗദ്ദാമ അവരുടെ ജീവിതം പറയുന്നതാണ് മുസക്കയുടെ പുത്രി. ഫിലിപ്പൈൻ നഴ്സിന്റെ മകൻ സൗദിയിൽ മരണപ്പെട്ടതും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാൻ മലയാളികളുടെ ഇടപെടലും അടയാളപ്പെടുത്തുന്നു എലിസബത്ത് കരീന. 5 കഥകൾ 5 ദേശത്തെയും അവിടങ്ങളിലെ മനുഷ്യജീവിതത്തെയും അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ 5 കഥകളും മനുഷ്യജീവിതവുമായി നേരിട്ട് അനുഭവപ്പെട്ടതും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അറിഞ്ഞതുമായിട്ടുള്ള കഥയാണ്, യാഥാർത്ഥ്യമാണ്. കഥാവിഷ്കാരത്തിന് വേണ്ടിയുള്ള കൂട്ടിച്ചേർക്കലുകൾ ഒഴികെ യാഥാർത്ഥ്യത്തെയാണ് ഞാൻ കഥാവിഷ്കാരം നടത്തി കഥയായി പുസ്തകമായി അത്തിക്കയുടെ പ്രവാസം എന്ന പേരിൽ പേരിട്ട് വിളിച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിങ്കളാഴ്ച കോഴിക്കോട് നടന്ന പ്രവാസി സംഘത്തിന്റെ 20ാം വാർഷികാഘോഷ ചടങ്ങിൽ MV ഗോവിന്ദൻ മാസ്റ്ററാണ് പുസ്തകം പുറത്തിറക്കിയത്. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ അവതാരിക എഴുതിയ പുസ്തകത്തിന്റെ പ്രസാധകർ ഇൻസൈറ്റ് പബ്ലിക്കയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.